welcome to Easy Learn 365 Banking and Insurance Classes. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സിന്റെ പാർട്ട് 2ലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ സെഷനിൽ നമ്മൾ ഓരോ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റിനെയും കൃത്യമായി പരിചയപ്പെട്ടിരുന്നു. അതിൽ തന്നെ വളരെ പ്രധാനമായിട്ട് നമ്മൾ ചിന്തിച്ചിരുന്ന ഒരു ടേമാണ് അല്ലെങ്കിൽ ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആണ് ചെക്കുകൾ എന്നുള്ളത്. ആ ചെക്കുകൾ എന്താണ് എന്ന് നാം പരിചയപ്പെട്ടു. എന്നാൽ വിവിധ തരത്തിലുള്ള ചെക്കുകളും അതിൻ്റെ ഡേറ്റിംഗ് ഓഫ് ചെക്കുകളും എങ്ങനെയാണ് എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം. വളരെ ടെക്നിക്കൽ ആയിട്ടുള്ളൊരു സെഷനാണ്, അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചിരിക്കുക. മുൻപത്തെ സെഷൻ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അത് കണ്ടതിന് ശേഷം ഈ സെഷനിലേക്ക് വരിക. സോ വിൽ മൂവ് ഓൺ ടു ദി സെഷൻ ഫസ്റ്റ്. നമ്മൾ ചെക്കുകളെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ചിന്തിച്ചാൽ പലതരത്തിലുള്ള ചെക്കുകളാണ് നമുക്ക് ഉള്ളത്. നമ്മൾ ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആയതുകൊണ്ട് തന്നെ പലതും കാണുമ്പോൾ നിങ്ങൾക്ക് വളരെയധികം പരിചയമുണ്ടായിരിക്കും. ഇല്ല എങ്കിൽ നിങ്ങൾക്കത് പരിചയപ്പെടുന്നതിനുള്ള അവസരമായിട്ടാണ് നമ്മൾ ഈ സെഷൻ ഉപയോഗിക്കുന്നത്. ഒന്ന് ഓപ്പൺ ചെക്കുകളാണ്. എന്താണ് ഓപ്പൺ ചെക്ക് എന്ന് നോക്കാം. എ ചെക്ക് ഈസ് ക്ലാസിഫൈഡ് ആസ് ഓപ്പൺ വെൻ ക്യാഷ് പേയ്മെന്റ് ഈസ് അലൗഡ് അക്രോസ് ദ കൗണ്ടർ ഓഫ് ദി ബാങ്ക്. ഈ ചെക്കിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ജസ്റ്റ് പേ ക്യാഷ് എന്ന് മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. ക്യാഷ് ചെക്കിന്റെ ആർക്കാണോ ചെക്ക് കൊടുക്കേണ്ടത് എന്ന ഭാഗത്ത് പേ ചെക്ക് എന്ന് മാത്രമായിരിക്കും കൊടുക്കുക. ആരുടെ പേരും അല്ലെങ്കിൽ ഏതൊരു സ്ഥാപനത്തിന്റെ പേരും അവിടെ നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ടാവില്ല. അങ്ങനെ വരുമ്പോൾ അത് ഓപ്പൺ ചെക്കുകളാണ്. ഓപ്പൺ ചെക്കുകളുടെ പ്രത്യേകത അത് ഏത് ബാങ്കിലാണോ നമ്മൾ ചെക്ക് സബ്മിറ്റ് ചെയ്യേണ്ടത് ആ ബാങ്കിൽ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും ആ ചെക്കിന്റെ പണം ലഭിക്കും എന്നുള്ളതാണ് ഓപ്പൺ ചെക്കിന്റെ പ്രത്യേകത. ഫോർ എക്സാമ്പിൾ, എനിക്ക് കിട്ടേണ്ട അല്ലെങ്കിൽ എനിക്ക് തന്നിരിക്കുന്ന ഒരു ചെക്കാണ്, പക്ഷേ അത് എൻ്റെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടു. ചിലപ്പോൾ ഞാൻ യാത്രയിലോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും വെച്ചോ ആ ചെക്ക് എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടാൽ ഇത് ലഭിക്കുന്ന വ്യക്തിക്ക് ആ ചെക്ക് ഓപ്പൺ ചെയ്തെടുക്കാനായിട്ട് കഴിയും. അല്ല എങ്കിൽ ഞാനത് ആർക്കെങ്കിലും കൊടുക്കുന്നുവെങ്കിൽ ആ വ്യക്തിക്ക് അത് എടുക്കാനായിട്ട് സാധിക്കും. അതാണ് ഓപ്പൺ ചെക്കിന്റെ പ്രത്യേകത. ആർക്ക് വേണമെങ്കിലും അത് ഏത് ബാങ്കിന്റെ അക്കൗണ്ടിലും നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. ഇനി മറ്റൊന്നാണ് ബെയറർ ചെക്ക്. A check which is payable to any person who holds and presents it for payment at the bank counter is called a bearer check. A bearer check can be transferred by mere delivery without any endorsement. അപ്പോൾ നമ്മൾ ബെയറർ എന്ന് മെൻഷൻ ചെയ്തിരിക്കുന്നത്, ബെയറർ ചെക്ക് എന്ന് മെൻഷൻ ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ പേ ടു ദ ബെയറർ എന്ന് മെൻഷൻ ചെയ്തിട്ടുള്ള ചെക്കുകളാണെങ്കിൽ അത്തരം ചെക്കുകൾ നമുക്ക് ആർക്ക് വേണമെങ്കിലും കൈമാറി ആ വ്യക്തിക്ക് ബാങ്കിൽ നിന്നും ചെക്ക് എടുക്കാവുന്നതാണ്, അല്ലെങ്കിൽ ഡ്രോ ചെയ്യാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ, എൻ്റെ ഒരു ബിസിനസ് സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിൽ എനിക്ക് ലഭിച്ചിരിക്കുന്ന ഒരു ചെക്കാണ്. ആ സ്ഥാപനത്തിൽ നിന്ന് എനിക്ക് നേരിട്ട് പോയി അത് ചെക്ക് കളക്ട് ചെയ്യുന്നതിനുള്ള സമയം എനിക്ക് നഷ്ടമാകാതിരിക്കാൻ വേണ്ടി ഞാൻ ചിലപ്പോൾ മാനേജറെയോ അല്ലെങ്കിൽ അക്കൗണ്ട്സ് ഓഫീസറെയോ അല്ലെങ്കിൽ മറ്റു ഓഫീസ് ബോയിനോ ഒക്കെ നമ്മൾ അതിനകത്ത് ചുമതലപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. അത്തരമൊരു സാഹചര്യത്തിൽ ബെയറർ ചെക്ക് ആണ് എങ്കിൽ എനിക്ക് ഈ വ്യക്തികൾക്ക് വളരെ സിമ്പിളായി ഈ ചെക്ക് ഡെലിവർ ചെയ്യുകയും എൻഡോഴ്സ്മെന്റ് ഇല്ലാതെ, എൻഡോഴ്സ്മെന്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ സിഗ്നേച്ചർ, അതാണ് സാധാരണ നിലയിൽ ബാങ്കുകൾ എൻഡോഴ്സ്മെന്റ് ആയിട്ട് കണക്കാക്കുന്നത്. ആ എൻഡോഴ്സ്മെന്റ് ഇല്ലാതെ തന്നെ കൃത്യമായിട്ട് ആരാണോ ഈ ചെക്ക് കയ്യിൽ വയ്ക്കുന്നത് ആ വ്യക്തിക്ക് ഇത് ലഭിക്കുവാനിടയായിത്തീരും. ഇതാണ് ബെയറർ ചെക്കിന്റെ പ്രത്യേകത. ഈ ബെയറർ ചെക്ക് നഷ്ടപ്പെട്ടു പോയാലും ഇത് തന്നെയാണ് അവസ്ഥ. ആരാണോ ബെയർ ചെയ്യുന്നത് ആ വ്യക്തിക്ക് അതിന്റെ പണം ലഭിക്കും എന്നതാണ് ബെയറർ ചെക്കിന്റെ പ്രത്യേകത. ഓർഡർ ചെക്കുകളുണ്ട്. ഈ രണ്ട് ഓപ്പൺ ആൻഡ് ബെയർ ചെക്കുകളും നമുക്ക് വളരെ ട്രാൻസാക്ട് ചെയ്യാൻ ഈസി ആണെങ്കിലും ഇതിനകത്തെ പ്രശ്നം അല്ലെങ്കിൽ ഇതിന്റെ സെക്യൂരിറ്റി ആൻഡ് സേഫ്റ്റി എലമെന്റ് വളരെയധികം കുറവാണ് എന്നുള്ളതാണ് ഈ രണ്ട് ചെക്കുകളുടെ പ്രശ്നം. എന്നാൽ ഓർഡർ ചെക്കുകളിലേക്ക് വരുമ്പോൾ, an order check is a check which is payable to a particular person. In case of order check, the word bearer might have been cancelled and the word order is written. The payee can transfer an order check by endorsement to another person by signing his name on the back of the check. കുറേയും കൂടെ ചെക്കിന്റെ സേഫ്റ്റി ഉറപ്പുവരുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഓർഡർ ചെക്കുകൾ നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. എല്ലാം ചെക്കുകൾ ഒന്ന് തന്നെയാണ്, പക്ഷേ ഇതിൽ പേയ്മെന്റ് ആർക്കാണ് ലഭിക്കേണ്ടത് എന്നിടത്ത് നമ്മൾ മെൻഷൻ ചെയ്യുന്ന വേർഡിനാണ് വ്യത്യാസമുള്ളത്. ഓപ്പൺ ചെക്കിൽ പേ ക്യാഷ് എന്ന് മാത്രമേ ഉള്ളൂ. ബെയറർ ചെക്കിൽ ടു ദ ബെയറർ എന്ന് മാത്രമേ ഉള്ളൂ. ഓർഡർ ചെക്കിൽ പക്ഷേ പ്രത്യേകിച്ച് ഇന്ന വ്യക്തിയുടെ പേര്, അല്ല എങ്കിൽ ആ സ്ഥാപനത്തിന്റെ പേര്, അല്ലെങ്കിൽ ആ സ്ഥാപനത്തിലെ ഇന്ന ഡെസിഗ്നേഷനുള്ള വ്യക്തിയുടെ പേര് എന്ന് കൃത്യമായി മെൻഷൻ ചെയ്തിരിക്കും. അപ്പോൾ ആ വ്യക്തിക്ക് മാത്രമേ അത് ലഭിക്കുകയുള്ളൂ.
ഇനി ആ വ്യക്തിക്ക് അത് കൈമാറ്റം ചെയ്യുന്നതിന് അധികാരമുണ്ട്. അതിനാണ് എൻഡോഴ്സ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ വ്യക്തിക്ക് നേരിട്ട് പണം എടുക്കുന്നതിനുള്ള സമയക്കുറവുണ്ടെങ്കിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയെ എൻഡോഴ്സ് ചെയ്യാം. അദ്ദേഹത്തിന്റെ മാനേജറെയോ അല്ലെങ്കിൽ അക്കൗണ്ടന്റിനെയോ ഒക്കെ എൻഡോഴ്സ് ചെയ്തുകൊണ്ട്, എൻഡോഴ്സ്മെന്റ് എന്ന് പറയുന്നത് സൈനിങ് ഓൺ ദ ബാക്ക് ഓഫ് ദ ചെക്ക് എന്നുള്ളതാണ്. ചെക്കിന്റെ ബാക്ക് സൈഡിൽ പേരും സിഗ്നേച്ചറും ഒരുപക്ഷെ പലപ്പോഴും ഡേറ്റും ഇടാറുണ്ട്. ആ ഡേറ്റും ഇട്ടുകൊണ്ട് നമ്മൾ ഈ വ്യക്തിയെ ഞാനതിനെ ചുമതലപ്പെടുത്തുന്നു എന്ന ഒരു അർത്ഥത്തിലാണ് ഓർഡർ ചെക്കുകൾ വരുന്നത്. അങ്ങനെ വരുമ്പോൾ ഉള്ള ബെനിഫിറ്റ് എന്ന് പറയുന്നത് ബെയറർ ചെക്കിന്റെയും ഓപ്പൺ ചെക്കിന്റെയും ഒരു സേഫ്റ്റി എലമെന്റ് കുറവാണ് അവിടെ. ആ സേഫ്റ്റി എലമെന്റ് ഓർഡർ ചെക്കിൽ നമുക്ക് എൻഷുർ ചെയ്യാൻ കഴിയും. കാരണം ഇത് നഷ്ടപ്പെട്ടു പോയാലും എൻ്റെ എൻഡോഴ്സ്മെന്റ് ഇല്ലാതെ മറ്റൊരു വ്യക്തിക്കും അതിന്റെ പണം എടുക്കാനായിട്ട് സാധിക്കില്ല. അതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പൊ എന്റെ സിഗ്നേച്ചർ അവിടെ വാലിഡ് ആണ്, അതുണ്ടെങ്കിൽ മാത്രമേ ബാങ്ക് പേയ്മെന്റ് കൊടുക്കൂ എന്നുള്ളതാണ്. കുറച്ചും കൂടെ ചെക്കിന് സേഫ്റ്റി ഉറപ്പുവരുത്താനായിട്ട് പലപ്പോഴും ബിസിനസ് ട്രാൻസാക്ഷൻസിലും അതുപോലെയുള്ള പേഴ്സണൽ ട്രാൻസാക്ഷൻസിലും പൊതുവെ ഓർഡർ ചെക്കുകളാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യാറുള്ളത്. മറ്റുള്ളത് ട്രാൻസാക്ഷൻ എളുപ്പമാക്കാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാം എന്ന് മാത്രമേ ഉള്ളൂ. മറ്റൊന്നാണ് MICR ചെക്കുകൾ എന്ന് പറയുന്നത്. MICRന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റെക്കഗ്നീഷൻ കോഡ്. അതാണ് MICR കോഡ് എന്ന് പറയുന്നത്. It is a character recognition technology used mainly by the banking industry to ease the processing and clearance of checks and other documents. അപ്പോൾ ഈ ഒരു കോഡാണ് നമ്മൾ ബാങ്കുകൾ ഉപയോഗിക്കുമ്പോൾ IFS കോഡുകൾ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ചെക്കുകളിൽ ഉപയോഗിക്കുന്ന ഒരു കോഡാണ് MICR കോഡുകൾ. അപ്പോൾ എല്ലാ ബാങ്കുകൾക്കും MICR കോഡുകൾ ഉണ്ടായിരിക്കും, ബ്രാഞ്ചുകൾക്കും അത് കൃത്യമായി ലഭിച്ചിരിക്കും. അപ്പോൾ ഒരു ചെക്കിന്മേൽ കൃത്യമായിട്ടും ഈ ഒരു നമ്പർ അവിടെ കൊടുക്കുകയാണ് അല്ലെങ്കിൽ കോഡ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത് ബാങ്കുകൾക്ക് തമ്മിൽ ഈ ട്രാൻസാക്ഷൻസ് നടത്തുന്നതിന് വളരെ എളുപ്പമുണ്ട്. ഫോർ എക്സാമ്പിൾ SBIയിൽ കൊടുത്തിരിക്കുന്ന ചെക്കാണ്, പക്ഷെ അതിന്റെ പണം ലഭിക്കേണ്ടത് സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ നിന്നാണ്. അപ്പൊ സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ നിന്നാണ് ലഭിക്കേണ്ടതെങ്കിൽ ആ ബാങ്കുകൾ തമ്മിൽ ട്രാൻസാക്ഷൻ നടത്തി സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ നിന്നും SBIയിലേക്ക് പണം ലഭിക്കുന്നതിന് ഒരു പ്രോസസ്സ് ഉണ്ട്. അതിനെ ക്ലിയറൻസ് എന്നാണ്, ക്ലിയറിംഗ് ഓഫ് ചെക്ക് എന്നാണ് പറയുന്നത്. ആ ക്ലിയറിംഗ് ഓഫ് ചെക്കിന് അത് ചിലപ്പോൾ ഇന്റർ ഡിസ്ട്രിക്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഔട്ട്സൈഡ് ദ ഡിസ്ട്രിക്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഔട്ട്സൈഡ് ദ സ്റ്റേറ്റ് ആയിരിക്കാം. ഇങ്ങനെ പല രീതിയിൽ വരും. അപ്പോൾ ഓരോ സ്റ്റേജ് കഴിയുന്തോറും അതിന്റെ കോംപ്ലക്സിറ്റി വർദ്ധിക്കുകയാണ്. അപ്പൊ ഈ ബാങ്കുകൾക്ക് കൃത്യമായി തിരിച്ചറിയണം ഇത് ഏത് ബാങ്കാണ്, അല്ലെങ്കിൽ ഏത് ബാങ്കിന്റെ ബ്രാഞ്ചാണ്, എവിടെ നിന്നുള്ള ചെക്കാണ്, ഏത് തരത്തിലുള്ള അക്കൗണ്ടാണ്, SBI അക്കൗണ്ട് ആണോ കറണ്ട് അക്കൗണ്ട് ആണോ എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് അറിയണം. എങ്കിൽ മാത്രമേ കറക്റ്റായിട്ട് ആ ബാങ്കിലെ ബ്രാഞ്ചിലേക്ക് അത് ഇൻഫർമേഷൻ എത്തിക്കുകയും ആ പണം ഇവർ പറയുന്ന ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ആ ക്ലിയറിംഗ് പ്രോസസ്സ് ഈസി ആക്കുക എന്നുള്ളതാണ് മാഗ്നറ്റിക് ഇൻ ക്യാരക്ടർ റെക്കഗ്നീഷൻ കോഡിന്റെ പ്രത്യേകത, MICR കോഡിന്റെ പ്രത്യേകത. നമ്മളിവിടെ കാണുമ്പോൾ ഈ ചെക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ നോർമലി ഒരു ചെക്ക് പരിചയപ്പെട്ടതാണ്. ഇവിടെ പേ അവിടെ കൊടുക്കണം. ഇവിടെയാണ് നമ്മൾ ഓപ്പൺ പേ ക്യാഷ് എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ പേ ടു ദ ബെയറർ എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ പേ ടു ദിസ് പേഴ്സൺ X or Y എന്നുള്ള കൊടുക്കുക. ഇവിടെ നമ്മൾ അതിൻ്റെ റുപ്പീസ് ഇൻ ലെറ്റേഴ്സ് കൊടുക്കും, ഇൻ ഫിഗേഴ്സ് കൂടെ കൊടുക്കും, അക്കൗണ്ട് നമ്പറും കാര്യങ്ങൾ കൊടുക്കും. എന്നാൽ ഇവിടെ ഈ അടിഭാഗത്ത് കാണുന്നതായിട്ടുള്ള ഈ നമ്പേഴ്സ് ആണ് നമ്മൾ MICR കോഡായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ MICR കോഡിന് വളരെയധികം പ്രത്യേകതകളുണ്ട്. അതെങ്ങനെയാണ് ഡീകോഡ് ചെയ്യുന്നത് എന്ന് നമുക്ക് കൃത്യമായിട്ട് പഠിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഈ കോഡാണ് നമ്മൾ നേരത്തെ പഠിച്ചതായിട്ടുള്ള MICR കോഡ് എന്നത് ഓർക്കേണ്ടത്. ഓരോ ബാങ്കിനും ഇത് വ്യത്യസ്തമായിരിക്കും, ബ്രാഞ്ചുകൾക്കും ഇത് വ്യത്യസ്തമായിരിക്കും. ഓരോ ബാങ്കിന്റെ ബ്രാഞ്ചുകൾ മാറുന്നതനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പോൾ ആ ബ്രാഞ്ച് ഇഷ്യൂ ചെയ്യുന്ന ചെക്കുകൾ മാത്രമേ ആ കസ്റ്റമർക്ക് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതും അതിൻ്റെ ഒരു പ്രത്യേകതയാണ്. എങ്ങനെയാണ് ആ MICR കോഡ് ഡീകോഡ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. 1 മുതൽ 6 വരെയുള്ള നമ്പറുകൾ അത് ചെക്ക് നമ്പർ ആയിരിക്കും. 1 to 6 അത് ചെക്ക് നമ്പറുകളായിരിക്കും, ആ ചെക്കിന്റെ പർട്ടിക്കുലർ ചെക്കിന്റെ നമ്പർ ആയിരിക്കും. 7 to 9 സിറ്റി കോഡാണ്. ഏത് സിറ്റിയിൽ, ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിലുള്ള ഒരു ബാങ്ക് ബ്രാഞ്ചിൽ നിന്നാണ് വരുന്നതെങ്കിൽ ആ സിറ്റി കോഡ് അവിടെ മെൻഷൻ ചെയ്തിരിക്കും. അത് അവർക്ക് കൃത്യമായിട്ട് ബാങ്കുകൾക്ക് അറിയാം, ആ കോഡ് കാണുമ്പോൾ തന്നെ ഏത് സിറ്റിയാണെന്ന് റെക്കഗ്നൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. 10 to 12 എന്ന് പറയുന്നത് ബാങ്ക് കോഡാണ്. ഏത് ബാങ്കാണ്, ഇപ്പോൾ SBI ആണോ, SIB ആണോ, ഫെഡറൽ ബാങ്ക് ആണോ,
അല്ലെങ്കിൽ ഇന്ത്യൻ ബാങ്ക് ആണോ, അല്ലെങ്കിൽ കേരള ഗ്രാമീൺ ബാങ്ക് ആണോ, ഇങ്ങനെ നമുക്ക് കൃത്യമായിട്ട് ഏത് ബാങ്കാണ് എന്ന് നമുക്ക് അവിടെ എഴുതുന്നതിന് പരിമിതിയുണ്ട്. അതിന് പകരം ഈ നമ്പറുകളാണ് അതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. 13 മുതൽ 15 വരെയുള്ളത് ബ്രാഞ്ച് കോഡാണ്. ഇപ്പോൾ ഏത് ബാങ്കാണ് എന്ന് മനസ്സിലാക്കിയാൽ പോലും ഏത് ബാങ്കിന്റെ ബ്രാഞ്ചിലാണ് ഈ ചെക്ക് എത്തേണ്ടത് എന്ന് കൃത്യമായി നമുക്ക് അറിയണം. അങ്ങനെയെങ്കിൽ അത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് 13 മുതൽ 15 വരെയുള്ള നമ്പറുകൾ നമ്മൾ ഉപയോഗിക്കുന്നത്. അത് ബ്രാഞ്ച് കോഡ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. എല്ലാ ബാങ്കുകൾക്കും യൂണീക്ക് ആയിട്ടുള്ള കോഡ് നമ്പറുകൾ ഉണ്ടായിരിക്കും. ആ നമ്പർ അനുസരിച്ച് നമുക്കത് കണ്ടുപിടിക്കാൻ കഴിയും. It is followed by the transaction code to identify whether the account related to SB or current account. അപ്പോൾ അടുത്ത ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്, ബാക്കിയുള്ള നമ്പറുകൾ മനസ്സിലാക്കേണ്ടത്, ഇത് ഒരു സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ആണോ അതോ കറണ്ട് അക്കൗണ്ട് ആണോ എന്ന് നമുക്ക് മനസ്സിലാക്കണം. ഇത് നമ്മൾ നോർമലി നമ്മൾ ATM അല്ലൊക്കെ ട്രാൻസാക്ഷൻ ചെയ്യാൻ പോകുന്ന സമയത്തൊക്കെ നമ്മളോട് ചോദിക്കാറുണ്ട്, സേവിങ്സ് ആണോ കറണ്ട് ആണോ എന്നുള്ളത് ചോദിക്കാറുണ്ട്. അതിനനുസരിച്ച് വേണം ബാങ്കിന്റെ കണ്ടീഷൻസിൽ ഡിഫർ ചെയ്യാനായിട്ട്. അവരുടെ ട്രാൻസാക്ഷൻ കോസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ ഡിഫർ ചെയ്യുന്നത് ആ രീതിയിലാണ്. അപ്പൊ അത് മനസ്സിലാക്കുന്നതിന് കൂടിയിട്ടാണ്. അപ്പൊ ഈ രീതിയിലാണ് നമ്മൾ ഒരു MICR കോഡിന്റെ നമ്പറുകൾ, ആ കോഡ് ഡീകോഡ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കാനാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞത്. മറ്റൊരു ചെക്കാണ് ട്രങ്കേറ്റഡ് ചെക്ക്. ട്രങ്കേറ്റഡ് ചെക്ക് എന്ന് പറയുന്നത്, a truncated check is defined as a check which is truncated during the course of a clearing cycle, either by the clearing house or by the bank, whether paying or receiving payment immediately on generation of an electronic image for transmission, substituting the further physical movement of the checks in writing. ചെക്കുകൾ പൊതുവേ നമ്മൾ എഴുതുന്നത് ഫിസിക്കൽ ചെക്കുകളാണ്. ഇപ്പോൾ ഫിസിക്കൽ ചെക്കുകൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു ഡിസ്ട്രിക്റ്റിനപ്പുറത്തേക്ക് ഒരു സ്റ്റേറ്റിനപ്പുറത്തേക്കൊക്കെ പോകുമ്പോൾ ഇത് നമ്മൾ ഫിസിക്കലായിട്ട് ആ ബാങ്ക് ബ്രാഞ്ചിൽ എത്തിക്കുന്നതിന് വളരെയധികം സമയമെടുക്കും. അതിൻ്റെ ഭാഗമായിട്ട് കസ്റ്റമർക്ക് വളരെയധികം ഡിലേ ഉണ്ടാവും. കസ്റ്റമർക്ക് പേയ്മെന്റ് ലഭിക്കുന്നതിന് വളരെ സമയമെടുക്കും. ബാങ്കിനും അത് പ്രോസസ്സിങ് വളരെയധികം ബുദ്ധിമുട്ടാക്കും. അതുകൊണ്ട് തന്നെ ചെക്കിനെ നമ്മൾ ഫിസിക്കൽ ഫോമിൽ നിന്നും ഇലക്ട്രോണിക് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടാണ് നമ്മൾ ക്ലിയറിങ്ങിന് വേണ്ടി അയക്കുന്നത്. അതൊരു പക്ഷേ ക്ലിയറിംഗ് ബാങ്ക് ആയിരിക്കാം, അല്ലെങ്കിൽ ക്ലിയറിംഗ് ഹൗസ് ആയിരിക്കാം ഈ രീതിയിൽ ചെയ്യുന്നത്. ഏത് രീതിയിലാണെങ്കിലും ചെക്കിനെ ഫിസിക്കൽ ഫോമിൽ നിന്നും ഇലക്ട്രോണിക് ഫോമിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ചെക്ക് ട്രങ്കേഷൻ അല്ലെങ്കിൽ ട്രങ്കേറ്റഡ് ചെക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എങ്ങനെയാണ് നടക്കുന്നത്? The physical check is scanned at the bank of first deposit, and thereafter the electronic image of the check is sent to the clearing house for sorting and then routing onwards to the drawee or paying bank. ഇപ്പോൾ നമ്മൾ ഇത് റിസീവ് ചെയ്യുന്ന ബാങ്ക്, ഇപ്പോൾ എൻ്റെ ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണെങ്കിൽ ആ ബാങ്കിൽ ഞാനിത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബാങ്ക് ഉടനെ ചെയ്യുന്നത് അതിനെ സ്കാൻ ചെയ്യുക എന്നുള്ളതാണ്. അത് സ്കാൻ ചെയ്ത് ഡെപ്പോസിറ്റിംഗ് ബാങ്ക് ആയിട്ടുള്ള എൻ്റെ ബാങ്ക് ഇലക്ട്രോണിക് ഇമേജ് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് അതിനെ ക്ലിയറിംഗ് ഹൗസിലേക്ക് വിടും. ക്ലിയറിംഗ് ഹൗസ് എന്ന് പറയുന്നത് ഒരു സെൻട്രലൈസ്ഡ് കൺട്രോൾ ആണ്. നമുക്കറിയാം ഇപ്പോഴെല്ലാം ഓൺലൈൻ ട്രാൻസാക്ഷൻസും സോഫ്റ്റ്വെയർ ബേസ്ഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസുമാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ക്ലിയറിംഗ് ഹൗസ് ആണ് മറ്റ് ബാങ്കുകളിൽ നിന്നും പണം ഇവിടേക്ക് എത്തിക്കുന്നത്, അല്ലാതെ ഡയറക്റ്റ് ബാങ്ക് ടു ബാങ്ക് ട്രാൻസ്ഫർ അല്ല നടക്കുന്നത്. ഈ ക്ലിയറിംഗ് ഹൗസിലേക്ക് ഇത് ഫിസിക്കൽ ചെക്കിൽ നിന്നും ഇലക്ട്രോണിക് ഫോമിലേക്ക് എത്തിക്കഴിയുമ്പോൾ അവരത് മറ്റ് ഏത് പേയ് ബാങ്ക് ആണോ അല്ലെങ്കിൽ ഡ്രോയി ബാങ്ക് ആണോ അവിടേക്ക് അത് എത്തിക്കുന്നതിനുള്ള സംവിധാനം ചെയ്യും. ഇങ്ങനെയാണ് നമ്മൾ പണം സ്വീകരിക്കുന്നത്. അപ്പോൾ ഈ ഫിസിക്കൽ ഫോമിൽ നിന്നും സ്കാനിങ്, അത് നമ്മൾ നോർമലായിട്ട് ചെയ്യുന്ന സ്കാനിങ് എന്ന് പറയുന്ന മെത്തഡ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ചെക്ക് ട്രങ്കേഷൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ ഫിസിക്കൽ മൂവ്മെന്റിന്റെ സമയം നമുക്ക് കുറയ്ക്കാനും ക്ലിയറിംഗ് വളരെ ഫാസ്റ്റ് ആക്കാനും സാധിക്കുമെന്നുള്ളതാണ് ഇതിന്റെ ഗുണം. ഇനി ഒന്നാണ് ഇലക്ട്രോണിക് ചെക്കുകൾ. വളരെ വ്യാപകമായിക്കൊണ്ടിരിക്കുന്ന ഒരു തരം ചെക്കുകളാണിത്. അധികം ആളുകൾ ഉപയോഗിച്ച് തുടങ്ങിയിട്ടില്ല, പക്ഷേ എങ്കിലും ഇതിപ്പോൾ വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള വളരെ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡായിട്ട് വരുന്നുണ്ട്. It means a check which contains the exact image of a paper check and is generated, written and signed in a secure system, ensuring the minimum safety standards with the use of digital signature. നമുക്ക് ഓൺലൈൻ ബാങ്കിങ് അക്കൗണ്ട് ഉണ്ട് എങ്കിൽ നമുക്ക് എപ്പോഴും ഈ ഇലക്ട്രോണിക് ചെക്കുകൾ ഡിപ്പെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഫിസിക്കൽ ചെക്കുകൾ ഇഷ്യൂ ചെയ്യപ്പെടാത്ത ആളുകൾക്ക് ഓൺലൈൻ ഫിസിക്കൽ ചെക്ക് ചിലപ്പോൾ തീർന്നു പോയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഫിസിക്കൽ ചെക്കുകൾ കൈകാര്യം ചെയ്യാൻ താല്പര്യമില്ലാത്ത ആളുകൾ ഉണ്ടാവാം. അത്തരം ആളുകൾക്ക് ഓൺലൈൻ ബാങ്കിങ് അക്കൗണ്ടുകൾ ഉണ്ടെങ്കിൽ
അവർക്ക് ഇലക്ട്രോണിക് ചെക്കുകളുടെ സർവീസ് ഇനേബിൾ ചെയ്യാവുന്നതാണ്. അവിടെ നമ്മൾ ഫിസിക്കലായിട്ട് ഇത് എഴുതുന്നതിന് പകരം അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ആർക്കാണ് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യേണ്ടത്, എത്ര രൂപയാണ്, അത് ഫിഗേഴ്സിലും ലെറ്റേഴ്സിലും നമുക്ക് എഴുതാൻ സാധിക്കും. നമ്മുടെ സിഗ്നേച്ചർ കൊടുക്കുന്നതിന് പകരം, നമ്മുടെ ഫിസിക്കൽ സിഗ്നേച്ചറിന് പകരം ഡിജിറ്റൽ സിഗ്നേച്ചർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മറ്റൊരു വ്യക്തിയിലേക്ക് ഇത് കൈമാറ്റം ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഡിജിറ്റൽ സിഗ്നേച്ചർ നമ്മൾ ആദ്യമേ നമ്മുടെ യുണീക്ക് ആയിട്ടുള്ള സിഗ്നേച്ചർ നമ്മൾ എടുത്തിരിക്കണം. അത് ബാങ്കിൽ നിന്ന് എടുക്കാൻ സാധിക്കും. അങ്ങനെയെങ്കിൽ നമുക്ക് ആ സിഗ്നേച്ചർ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം ഇലക്ട്രോണിക് ചെക്കുകളിലെ ട്രാൻസാക്ഷൻസ് നടത്താൻ കഴിയും. അപ്പോൾ നമ്മൾ ഫിസിക്കൽ ചെക്ക് സബ്മിറ്റ് ചെയ്യുന്ന ആ ഒരു ഡിലേ നമുക്ക് ഒഴിവാക്കാം. കുറച്ചും കൂടെ സേഫ്റ്റി ഉറപ്പാക്കാം. നമ്മുടെ ഫിസിക്കൽ സിഗ്നേച്ചർ പലപ്പോഴും അത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതിൽ ഫ്രോഡുകൾ നടക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇലക്ട്രോണിക് ചെക്കുകൾ കുറച്ചും കൂടെ ഡിപ്പെൻഡബിൾ ആണ്. സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് കുറച്ചും കൂടെ എൻഷുർ ചെയ്യാൻ സാധിക്കും എന്നുള്ളത് നമുക്ക് ഉറപ്പുവരുത്താം. പ്രൊവൈഡഡ് ബാങ്കിൻ്റെ ഓൺലൈൻ ബാങ്കിങ്ങിന് നല്ല സെക്യൂരിറ്റി സേഫ്റ്റി ഉണ്ട് എങ്കിൽ നമുക്ക് ഇലക്ട്രോണിക് ചെക്കുകളെ ഡിപ്പെൻഡ് ചെയ്യാവുന്നതാണ്. മറ്റേതാണ് മ്യൂട്ടിലേറ്റഡ് ചെക്കുകൾ എന്ന് പറയുന്നത്. ഇഫ് എ ചെക്ക് ഇസ് torn into 2 or more pieces, it is called mutilated check. നമ്മൾ പലപ്പോഴും ചെക്കുകൾ, ഇപ്പോഴത്തെ ചെക്കുകളൊക്കെ കുറച്ചും കൂടെ കട്ടിയുള്ളതാണ്, അതുകൊണ്ട് കുറേയും കൂടെയൊക്കെ സാധ്യത കുറവാണ്. എങ്കിലും ചെക്കുകൾ ചില പീസുകളായിട്ട് കീറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ കുറേ കാലം ട്രാവൽ ചെയ്യുകയോ അല്ലെങ്കിൽ അത് ഉപയോഗിക്കുകയൊക്കെ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഡെയിലി നമ്മൾ ഉപയോഗിക്കുന്ന ചെക്കുകളാണെങ്കിലൊക്കെ അത് കീറിപ്പോകുന്നതിനുള്ള സാധ്യതയുണ്ട്. അത്തരം കീറിയ ചെക്കുകളെ നമ്മൾ വിളിക്കുന്നതാണ് മ്യൂട്ടിലേറ്റഡ് ചെക്കുകൾ എന്ന് പറയുന്നത്. Such checks are not honored by banker unless it is confirmed by the drawer. അത്തരം ചെക്കുകൾ പലപ്പോഴും ബാങ്കുകൾ ഓണർ ചെയ്യാറില്ല, കാരണം അതിൻ്റെ ഒരു ഒതൻറ്റിസിറ്റിയെ സംബന്ധിച്ച് സംശയമുള്ളതുകൊണ്ട്. പക്ഷേ ഡ്രോയറുടെ കൺഫർമേഷനോട് കൂടിയിട്ട് അത് ചെയ്യാവുന്നതാണ്. ഇത്തരം ചെക്കുകളെ കുറിച്ച് നമ്മൾ പഠിച്ചു, പലതരം ചെക്കുകൾ പഠിച്ചു. ഇനി നമ്മൾ ഈ ചെക്കിൽ ഡേറ്റിംഗ് ചെയ്യുന്നതിനെ സംബന്ധിച്ചാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. പ്രാക്ടീസ് ഓഫ് ഡേറ്റിംഗ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന് ആൻറ്റി ഡേറ്റഡ് ചെക്കുകളാണ്. പ്രീ ഡേറ്റഡ് ചെക്കുകളാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് ഇപ്പോൾ ഇന്ന് നമ്മൾ കൊടുക്കുന്ന ഇന്ന് എഴുതുന്ന ചെക്കുകളാണെങ്കിലും കുറച്ച് നേരത്തെ ഉള്ള ഡേറ്റ് ഇട്ടുകൊണ്ട് നമ്മൾ ചെക്ക് എഴുതുകയാണ്. അതിനാണ് ആൻറ്റി ഡേറ്റഡ് ചെക്ക് എന്ന് പറയുന്നത്. മറ്റൊന്നാണ് പോസ്റ്റ് ഡേറ്റഡ് ചെക്ക്. അതായത് കുറച്ച് സമയം, ഇപ്പോൾ ഇന്ന് നമ്മൾ ചെക്ക് എഴുതുകയാണെങ്കിലും ഒരാഴ്ചക്ക് ശേഷമുള്ള ഡേറ്റ് ഇട്ടുകൊണ്ട് നമ്മൾ ചെക്ക് എഴുതുക. ഒരുപക്ഷെ അത് പലപ്പോഴും ചെയ്യേണ്ടി വരുന്നത്, നമ്മുടെ കയ്യിൽ ഇപ്പോൾ പണം കൊടുക്കാനില്ല, നമ്മുടെ അക്കൗണ്ടിൽ ഇപ്പോൾ പണം വരുന്നില്ല, പണം വരാനായിട്ട് 2-3 ദിവസം എടുക്കും. അപ്പോൾ ഒരു എക്സ്ട്രാ 2 ദിവസം കൂടെ നമ്മൾ കരുതിക്കൊണ്ട് 2 ദിവസം എക്സ്ട്രാ ഇട്ടുകൊണ്ട് നമ്മളൊരു ഡേറ്റ് നമ്മൾ ഇടുന്നതായിരിക്കും. അപ്പം അങ്ങനെ വരുമ്പോൾ അതിന് പോസ്റ്റ് ഡേറ്റഡ് ചെക്കുകൾ എന്ന് പറയും. അങ്ങനെ മുൻപത്തെ ഡേറ്റ് ഇടുന്നതിനെ ആൻറ്റി ഡേറ്റ് എന്നും തുടർന്ന് വരുന്ന ഡേറ്റ് ഇടുന്നതിനെ പോസ്റ്റ് ഡേറ്റഡ് ചെക്കുകൾ എന്നും നമ്മൾ വിളിക്കും. മറ്റൊന്നാണ് സ്റ്റെയിൽ ചെക്കുകൾ. വളരെയധികം പ്രധാനപ്പെട്ടതാണ്. It is not presented for payment within reasonable period of time, that is after 3 months, can be dishonored. സ്റ്റെയിൽ ചെക്കുകൾ ഡിസോണർ ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. കാരണം നമ്മൾ കൊടുത്ത ഡേറ്റിന്, അതായത് ചെക്ക് കൊടുക്കുന്ന ഡേറ്റിന് ശേഷം, അതായത് ചെക്ക് പേയ്മെന്റ് വരേണ്ട ദിവസത്തിന് ശേഷം 3 മാസത്തിനുള്ളിൽ, അതാണ് റീസണബിൾ ടൈം എന്ന് പറയുന്നത്, അതിനുള്ളിൽ ഇത് സബ്മിറ്റ് ചെയ്യാതിരിക്കുന്ന സാഹചര്യത്തിൽ അതിനെ സ്റ്റെയിൽ ചെക്കുകളായിട്ടാണ് ബാങ്ക് കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് ഡിസോണർ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ചെക്കുകൾ ഡേറ്റ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റെയിലിംഗ് ചെക്ക് ആവാതിരിക്കാനായിട്ട് ആ ഡേറ്റ് നമ്മൾ ശ്രദ്ധിച്ചിടണം. അതുപോലെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഡേറ്റ് മുൻകൂട്ടിയിട്ടാൽ അത് ആൻറ്റി ഡേറ്റ് ഇടും, പിന്നോട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് പോസ്റ്റ് ഡേറ്റ് ഇടും. അത് നമ്മുടെ ഓരോ പേയറുടെയും ബാങ്കിലെ അക്കൗണ്ടിൻ്റെ സ്റ്റാറ്റസ് അനുസരിച്ച് വേണം അത് ചെയ്യാനായിട്ട്. സോ ഡീറ്റെയിൽ ആയിട്ട് ചെക്കുകൾ ഏതൊക്കെ തരത്തിലാണെന്നും അതിൻ്റെ ഡേറ്റിംഗ് പ്രോസസ്സിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. നിങ്ങൾക്കത് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. സോ താങ്ക് യു ആൻഡ് കീപ് വാച്ചിങ് ഈസി ലേൺ 365.